ഓക്കെ, ഫസ്റ്റ് ജോബ് ക്ലയൻറ്റ് റൺ ജോബ് ഓഫ് മെത്തേഡ് വഴി പുതിയൊരു ജോബ് സബ്മിറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ജോബ് ക്ലയൻറ്റ് സബ്മിറ്റ് ഓഫ് മെത്തേഡ്, അതായത് ഒരു പുതിയ ജോബ് ഐ ഡി തന്നിരിക്കുന്ന ജോബിന് കിട്ടാൻ വേണ്ടി ജോബ് ട്രാക്കേഴ്സിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ റിക്വസ്റ്റ് ബേസ് ചെയ്ത് ഗെറ്റ് ന്യൂ ജോബ് ഐ ഡി ഓഫ് മെത്തേഡ് വഴി ജോബ് ട്രാക്കറിൽ പ്രോസസ്സിന് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു. കൂടാതെ ഈ ജോബ് ക്ലയൻറ്റ് എന്താ ചെയ്തിരിക്കുന്നത്? വന്നിരിക്കുന്ന ജോബിൻ്റെ റിക്വസ്റ്റ് തന്നിരിക്കുന്ന എന്താണോ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് അതിൻ്റെ ഒരു കോപ്പി, അതിന് വേണ്ട റിസോഴ്സുകൾ എന്തൊക്കെയാണ്, ആ ഒരു പ്രോഗ്രാം കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ റിസോഴ്സുകളാണ് വേണ്ടത്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളാകാം, റാം ആകാം, എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ ഒരു കോപ്പി എങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു? ഷെയർഡ് ഫയൽ സിസ്റ്റത്തിലേക്ക് വരുന്നു. ഷെയർഡ് ഫയൽ സിസ്റ്റമാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞു. അതൊരു എൻറ്റിറ്റി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഷെയറിങ് ജോബ് ഫയൽസ് വിത്ത്വീൻ ദി അതർ എൻറ്റിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും ഈ ജോബ് ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളൊക്കെ എന്തൊക്കെയാണോ അത് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസിൻ്റെയും ഒരു കോപ്പി എങ്ങോട്ടേക്ക് മാറ്റും? ഷെയർഡ് ഫയൽ സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ കേസിൽ നമ്മൾ നടക്കുന്നത്. അതായത് ജോബ് ക്ലയൻറ്റ് സബ്മിറ്റ് ജോബ് ഓഫ് മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ജോബ് ഇനിഷ്യലൈസേഷൻ. ദെൻ ദി ജോബ് ട്രാക്കർ റിസീവ്സ് എ കോൾ ടു ഇറ്റ് സബ്മിറ്റ് ജോബ് ഓഫ് മെത്തേഡ്. ഇറ്റ് പുട്ട് ഇറ്റ് into an internal queue from where the job scheduler will pick it up and initialize it. അതായത് ജോബ് ഇനിഷ്യലൈസേഷൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ജോബ് ഇനിഷ്യലൈസേഷൻ. ജോബ് ട്രാക്കർ ഒരു ജോബ് സബ്മിറ്റ് ഓഫ് മെത്തേഡ് കോൾ വരുന്നു. അതായത് ജോബ് സബ്മിറ്റ് ഓഫ് മെത്തേഡിനെ കോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജോബ് ട്രാക്കർ എന്താ ചെയ്യുക? ഇറ്റ് പുട്ട് ഇറ്റ് ഇൻ ടു ആൻ ഇൻറ്റേർണൽ ക്യൂ ഫ്രം വെയർ ദി ജോബ് ഷെഡ്യൂളർ വിൽ പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് ഇനിഷ്യലൈസ് ഇറ്റ്. അതായത് ഇവിടെ നോക്കാം, ഇവിടെ വരും, ഇവിടെ വന്ന് ജോബ് ക്ലയൻറ്റ് ഒരു പുതിയ റിക്വസ്റ്റ് കൊടുക്കുകയാണ്, പ്രോസസ്സിന് പുതിയൊരു ഐ ഡി വേണമെന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? സബ്മിറ്റ് ജോബ് ഓഫ് മെത്തേഡ് കോൾ ചെയ്ത് കഴിയുമ്പം ആ പ്രോസസ്സ് ജോബിനെ അവിടെ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം ആ ഇൻഫർമേഷൻസിനെ കുറിച്ച് ഏതൊക്കെ റിസോഴ്സുകളാണ് അതിന് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ റിക്വസ്റ്റ്, ഈ ഇൻഫർമേഷൻസ് എല്ലാം ഈ ഇനിഷ്യലൈസേഷന് ശേഷം അവർക്ക് എവിടെ നിന്ന് കിട്ടും? ഷെയർഡ് ഫയൽ സിസ്റ്റത്തിൽ നിന്നും HDFSൽ നിന്നും റിസീവ് ചെയ്യും. റിട്രീവ് ഇൻപുട്ട് ഫ്ലിറ്റ്, എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെയാണ് റിസോഴ്സുകൾ അവിടെ വേണ്ട തുടങ്ങിയ ഇൻഫർമേഷൻസ് മുഴുവൻ ഈ ഷെയർഡ് ഫയൽ സിസ്റ്റത്തിൽ നിന്നും ജോബ് ട്രാക്കറിന് കിട്ടും. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യുക? ടു ക്രിയേറ്റ് ദി ലിസ്റ്റ് ഓഫ് ടാസ്ക് ടു റൺ, ദി ജോബ് ഷെഡ്യൂളർ ഫസ്റ്റ് റിട്രീവ് ദി ഇൻപുട്ട് സ്പ്ലിറ്റ് കമ്പ്യൂട്ടഡ് ബൈ ദി ജോബ് ക്ലയൻറ്റ് ഫ്രം ദി ഷെയർഡ് ഫയൽ സിസ്റ്റം. ഇറ്റ് ദെൻ ക്രിയേറ്റ് വൺ മാപ്പ് ടാസ്ക് ഫോർ ഈച്ച് സ്പ്ലിറ്റ്. The number of reduced tasks to create it determined by the map reduce.task property in the job config. അതായത് ഒരു ടാസ്ക് റിട്രീവ് ചെയ്തതിന് ശേഷം, അതായത് ജോബ് ഷെഡ്യൂളർ നമ്മുടെ HDFSൽ നിന്നും ഏതൊക്കെ ജോബിൻ്റെ എന്തൊക്കെ റിസോഴ്സുകളാണുള്ളത് തുടങ്ങിയ ഇൻഫർമേഷൻസ് മുഴുവൻ ഈ ജോബ് ട്രാക്കറിന് കിട്ടും. അതിനുശേഷം ഇറ്റ് ദെൻ ക്രിയേറ്റ് വൺ മാപ്പ് ടാസ്ക് ഫോർ ഈച്ച് സ്പ്ലിറ്റ്. ഓരോ സ്പ്ലിറ്റിനും, അതായത് ആ ജോബിനെ സ്പ്ലിറ്റ് ചെയ്ത് മാപ്പ് ടാസ്കും റെഡ്യൂസ് ടാസ്കും ഉണ്ടല്ലോ. അപ്പോൾ ഈ മാപ്പ് ടാസ്കിൻ്റെ ജോബ് എന്താണ്? ഈ മാപ്പ് ടാസ്ക് വഴിയാണ് സ്പ്ലിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. സ്പ്ലിറ്റിംഗ് പ്രോസസ്സും കൂടാതെ ഓരോ കീ വാല്യൂ പെയർ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം മാപ്പ് ടാസ്ക്, അതായത് തന്നിരിക്കുന്ന ജോബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ജോബിനും സെപ്പറേറ്റ് മാപ്പ് ടാസ്കുകൾ കൊടുക്കും. മാപ്പ് ടാസ്ക് ചെയ്ത് അതാണ് അവിടെ സ്പ്ലിറ്റിംഗ് പ്രോസസ്സ് നടക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എത്ര നമ്പർ ഓഫ് റെഡ്യൂസ് ടാസ്ക് ടു ക്രിയേറ്റ് ഇറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദി, ഇനി ആ കൺസേൺ മാപ്പ് ടാസ്കിനെ ഇനി എത്രത്തോളം റെഡ്യൂസ് ടാസ്ക് വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഫംഗ്ഷൻ വഴിയാണ്? മാപ്പ് reduce.task property in the ജോബ് കോൺഫിഗറേഷൻ ഫയലിൻ്റെ അകത്തുള്ള മാപ്പ് reduce.task property വഴിയാണ് ഓരോ ജോബ്സിനും സ്പ്ലിറ്റപ്പ് ചെയ്ത ഓരോ ജോബ്സിനും എത്ര റെഡ്യൂസ് ടാസ്ക് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തന്നിരിക്കുന്ന ജോബിനെ ഒരു 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. സ്പ്ലിറ്റ് ചെയ്ത് അത്രത്തോളം റെഡ്യൂസ് ടാസ്ക് നമുക്ക് വേണോ? വേണ്ട. മാപ്പ് ടാസ്കിൻ്റെ അകത്ത് എന്താ ചെയ്യുക? സ്പ്ലിറ്റിംഗ് പ്രോസസ്സും കീ വാല്യൂ പെയർ അസൈനിങ് ആണ് അവിടെ നടക്കുന്നത്. കീ വാല്യൂ പെയറിങ്ങും സ്പ്ലിറ്റിംഗ് പ്രോസസ്സും നടന്നതിന് ശേഷം ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്ത്, അതാണ് റെഡ്യൂസ് ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 10 ജോബാണ് ഉള്ളതെങ്കിൽ 10 മാപ്പ് ടാസ്കുകൾ വേണം. പക്ഷേ ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ മേ ബി ഒരു 5 റെഡ്യൂസ് ടാസ്ക് മതി. 5 റെഡ്യൂസ് ടാസ്ക് എന്ന് വെച്ചാൽ എന്താ? ഇതിനെയെല്ലാം കമ്പയർ ചെയ്ത് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നാൾ കണ്ട ഒരു എക്സാമ്പിളാണ് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പം
10 നമുക്ക് തന്നിരിക്കുന്ന ജോബ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് 10 ലൈനാക്കി വെച്ചു. 10 ലൈനിലും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇന്ത്യ തുടങ്ങിയ എല്ലാ കൺട്രീസും ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെയെല്ലാം കമ്പൈൻ ചെയ്ത് ഒറ്റ ലൈൻ ആക്കിയില്ല. അതായത് ഓസ്ട്രേലിയ 10 പ്രാവശ്യം, ഇന്ത്യ 9 പ്രാവശ്യം, ദെൻ ന്യൂസിലാൻഡ് 5 പ്രാവശ്യം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ജോബ്സിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പം മാപ്പ് ടാസ്കിനനുസരിച്ചുള്ള റെഡ്യൂസ് ടാസ്ക് നമുക്ക് വേണോ? വേണ്ട. മാപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ജോബിനെ സ്പ്ലിറ്റപ്പ് ചെയ്യുന്നു, കീ വാല്യൂ പെയർ അസൈൻ ചെയ്യുന്നു. റെഡ്യൂസ് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു അഗ്രിഗേറ്റ് റിസൾട്ട് എടുക്കുകയാണ് റെഡ്യൂസ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം എത്രത്തോളം മാപ്പ് ടാസ്ക് സ്പ്ലിറ്റ് ചെയ്ത ഓരോ ജോബ്സിൻ്റെയും മാപ്പ് ടാസ്കിന് എത്രത്തോളം റെഡ്യൂസ് ടാസ്ക് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ജോബ് കോൺഫിഗിൻ്റെ അകത്തുള്ള മാപ്പ് റെഡ് ഡോട്ട് റെഡ്യൂസ് ഡോട്ട് ടാസ്ക് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വഴിയാണ് ഡിസൈഡ് ചെയ്യുന്നത്, വിച്ച് ഈസ് സെറ്റ് ബൈ ദി സെറ്റ് നം റെഡ്യൂസ് ടാസ്ക് ഓഫ് മെത്തേഡ്. അതുവഴി ഏത് മെത്തേഡിനെ കോൾ ചെയ്യുന്നു? സെറ്റ് നമ്പർ ഓഫ് റെഡ്യൂസ് ടാസ്ക്. അതാണ് സെറ്റ് നം റെഡ്യൂസ് ടാസ്ക് ഓഫ് മെത്തേഡ്. ആൻഡ് ദി ഷെഡ്യൂളർ സിംപ്ലി ക്രിയേറ്റ് ദിസ് നമ്പർ ഓഫ് റെഡ്യൂസ് ടാസ്ക് ടു ബി റൺ. എന്നിട്ട് എന്താ ചെയ്യുക? എത്ര നമ്പർ ഓഫ് റെഡ്യൂസ് ടാസ്ക് ആണോ വേണ്ടത് അത്രയും റെഡ്യൂസ് ടാസ്കിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ടാസ്ക് ആർ ഗിവൺ IDs അറ്റ് ദിസ് പോയിന്റ്. എന്നിട്ട് എന്താ ചെയ്യുക? ആ പ്രോസസ്സ്, ആ ജോബിന് ID പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്ന സ്റ്റെപ്പ് ഇതാണ്. ജോബ് ക്ലയൻറ്റ് പർട്ടിക്കുലർ ജോബ് സബ്മിഷൻ്റെ ഒരു കോപ്പി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? HDFSലേക്ക് മൂവ് ചെയ്യും. കൂടാതെ ഇവിടെ നിന്നും ജോബ് ട്രാക്കറിലേക്ക് ന്യൂ ജോബ് ID വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ജോബ് ഓഫ് മെത്തേഡ് കോൾ ചെയ്യുന്നത് വഴി ഈ ജോബ് ട്രാക്കർ എന്താ ചെയ്യുക? ജോബിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. കൂടാതെ HDFSൽ നിന്നും എത്രത്തോളം ആണോ ഇൻപുട്ട് സ്പ്ലിറ്റ് വേണ്ടത് അത്രത്തോളം ഇൻപുട്ട് സ്പ്ലിറ്റ് റിട്രീവ് ചെയ്യുന്നു. കൂടാതെ ഇവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് തന്നിരിക്കുന്ന ജോബിനെ ഇനിഷ്യലൈസ് ചെയ്തിട്ട് ഒരു 10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് എങ്ങോട്ടേക്ക് പാസ് ചെയ്യും? ഈ ഷെയർഡ് ഫയൽ സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ഈ ഷെയർഡ് ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്നും ജോബ് കോൺഫിഗാണ് ഗെറ്റ് സെറ്റ് നം റെഡ്യൂസ് ടാസ്ക് ഓഫ് മെത്തേഡ്. എത്ര റെഡ്യൂസ് ടാസ്ക് മെത്തേഡ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുകയും അത്രത്തോളം റെഡ്യൂസ് ടാസ്കിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ ജോബ് ID പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ടാസ്ക്കാണ് ടാസ്ക് അസൈൻമെൻറ്റ്. Task tracker run a simple loop that periodically send heartbeat method calls to the job tracker. നമുക്കറിയാം ടാസ്ക് അസൈൻമെൻ്റ് ആണ്. ഇവിടെ ടാസ്ക് ഓർക്കുക, ടാസ്ക് അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ടാസ്ക് ട്രാക്കറിൽ നടക്കുന്ന കാര്യമാണ്. ടാസ്ക് ട്രാക്കർ എന്താണ് ചെയ്യുക? ദാറ്റ് ഈസ് സ്ലേവ് നോട്ട്സ്, ഡേറ്റ നോട്ട്സുകൾ എന്താണ് ചെയ്യുക? പീരിയോഡിക് ആയിട്ടൊരു ഹാർട്ട് ബീറ്റ് എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും? ജോബ് ട്രാക്കറിന് സെൻഡ് ചെയ്യും. എന്തിനാണ് നമ്മൾ അങ്ങനെ ജോബ് ട്രാക്കറിലേക്ക് ഹാർട്ട് ബീറ്റ് സെൻഡ് ചെയ്യുന്നത്? അതുവഴിയാണ് സിസ്റ്റത്തിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ഈ ജോബ് ട്രാക്കേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഹാർട്ട് ബീറ്റ് ടെൽ ദി ജോബ് ട്രാക്കർ ദാറ്റ് ദ ടാസ്ക് ട്രാക്കർ ഈസ് അലൈവ്. എന്താ ചെയ്യുക? ജോബ് ട്രാക്കറിനോട് ഈ ടാസ്ക് ട്രാക്കർ പറയുകയാണ് ഇപ്പോഴത്തെ സിസ്റ്റത്തിൻ്റെ കറണ്ട് സ്റ്റാറ്റസ്, സിസ്റ്റത്തിന് പ്രോബ്ലം ഒന്നുമില്ല, ഇപ്പോൾ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഓരോ ഹാർട്ട് ബീറ്റിലും അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ബട്ട് ദേ ഓൾസോ ഡബിൾ ആസ് എ ചാനൽ ഫോർ മെസ്സേജ്. ആസ് എ പാർട്ട് ഓഫ് ദി ഹാർട്ട് ബീറ്റ് എ ജോബ് ട്രാക്കർ വിൽ ഇൻഡിക്കേറ്റ് വെദർ ഇറ്റ് ഈസ് റെഡി ടു റൺ എ ന്യൂ ടാസ്ക് and it is the job tracker will allocate it a task which is communicate to the task tracker using the heartbeat return value. അതായത് ഇവിടെ നിന്നും ആഫ്റ്റർ ഈ ഇൻഫർമേഷൻസ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്തു, എത്രത്തോളം റെഡ്യൂസ് ടാസ്ക് വേണമെന്നൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യുക? ടാസ്ക് ട്രാക്കർ ജോബ് ട്രാക്കറിലേക്ക്, അതായത് ഇവിടെ നിന്ന് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടി, സ്പ്ലിറ്റപ്പ് ചെയ്ത് ഇവിടെ ഒരൊറ്റ ടാസ്ക് ട്രാക്കറെ കാണുന്നുള്ളൂ, മോർ ദാൻ വൺ ടാസ്ക് ട്രാക്കർ ഉണ്ട് എന്ന് വിചാരിക്കുക. ദെൻ ആ ഓരോ ടാസ്ക് ട്രാക്കറിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് എങ്ങോട്ടേക്ക് പോകും? ജോബ് ട്രാക്കറിലേക്ക് പോകും. സോ സിസ്റ്റത്തിൻ്റെ കറണ്ട് ഇൻഫർമേഷൻസ് ഇപ്പോൾ അവർക്ക് കിട്ടും. സപ്പോസ് ഈ ടാസ്ക് ട്രാക്കറിന് ഇപ്പോൾ ജോബൊന്നും അസൈൻ ചെയ്തിട്ടില്ല എങ്കിൽ ജോബ് ട്രാക്കർ ജോബ് അസൈൻ ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, എത്രത്തോളം ഇമ്പ്രൂവ് വന്നിട്ടുണ്ട്, എത്രത്തോളമാണ് പ്രോഗ്രസ് നടന്നിരിക്കുന്നത് തുടങ്ങിയ ഇൻഫർമേഷൻസ് ഒക്കെ ഈ ടാസ്ക് ട്രാക്കർ ജോബ് ട്രാക്കറിലേക്ക് പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, then they can also access the retrieve job resources from the HDFS. distributed file system ആണിത്. ഇവിടെ നിന്നും ഈ ഫയൽസിനെ ഷെയർ ചെയ്യുക, റിസോഴ്സുകൾ ഗെറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഷെയർഡ് HDFS വഴിയാണ് ഓരോ ജോബ് ട്രാക്കേഴ്സിനും കിട്ടും. ഇവിടെ ഒരു ജോബ് ട്രാക്കർ ഉള്ളത് കൊണ്ടാണ് ഒരൊറ്റ ലൈൻ ഇവിടെ കാണിക്കുന്നത്. മോർ ദാൻ വൺ ജോബ് ട്രാക്കർ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു ആരോസ് എങ്ങോട്ട് വന്നേനെ? HDFSൽ നിന്നും വന്നേനെ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ടാസ്ക് ആണ് ടാസ്ക് എക്സിക്യൂഷൻസ്. നൗ ദാറ്റ് ഇത് ടാസ്ക് ട്രാക്കർ ഹാസ് ബീൻ അസൈൻഡ് എ ടാസ്ക്. ഇപ്പോൾ എന്താ ചെയ്തത്? ഒരു ടാസ്ക് ട്രാക്കറിന്
ഒരെണ്ണമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. സോ ആ ടാസ്ക് ട്രാക്കറിന് ടാസ്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫോർ ഇറ്റ് ടു റൺ ദി ടാസ്ക്. അടുത്ത സ്റ്റെപ്പ് എന്താ? ടാസ്ക് റൺ ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇറ്റ് ലോക്കലൈസ് ദി ജോബ് ജാർ ബൈ കോപ്പിങ് ഇറ്റ് ഫ്രം ദി ഷെയർഡ് ഫയൽ സിസ്റ്റം. അതായത് നമ്മൾ പറഞ്ഞു ക്ലയൻറ്റ് സബ്മിറ്റ് ചെയ്ത ജോബിൻ്റെ ഒരു കോപ്പി ജാർ ഫയലായിട്ട് എവിടെയുണ്ട്? ഷെയർഡ് HDFSലുണ്ട്. ഈ ഷെയർഡ് HDFSലാണ് പർട്ടിക്കുലർ ജോബിനെ സ്പ്ലിറ്റപ്പ് ചെയ്തതും എത്രത്തോളം മാപ്പ് ടാസ്ക് ഉണ്ട്, എത്രത്തോളം റെഡ്യൂസ് ടാസ്ക് ഉണ്ട് തുടങ്ങിയ ഇൻഫർമേഷൻസ് ഒക്കെ ഈ HDFSലുണ്ട്. അപ്പോൾ ഈ ജോബ് ട്രാക്കറിന് അസൈൻ ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ ജോബ് ഇൻഫർമേഷൻസ് ജാർ ഫയലായിട്ടാണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത്. അവിടെ നിന്നും ഒരു ജാർ ഫയൽ എങ്ങോട്ടേക്ക് കോപ്പി ചെയ്യും? ഈ ടാസ്ക് ട്രാക്കറിലേക്ക് അവർ കളക്ട് ചെയ്യും. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഫസ്റ്റ് ഇറ്റ് ലൊക്കലൈസ് ദി ജോബ് ജാർ ബൈ കോപ്പിങ് ഇറ്റ് ഫ്രം ദി ഷെയർഡ് ഫയൽ സിസ്റ്റം ടു ദി ടാസ്ക് ട്രാക്കർ ഫയൽ സിസ്റ്റം. ടാസ്ക് ട്രാക്കർ ഫയൽ സിസ്റ്റത്തിലേക്ക് ഷെയർഡ് ഫയൽ സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ ജാർ ഫയലിനെ കോപ്പി ചെയ്യുന്നു. ഇറ്റ് ഓൾസോ കോപ്പി എനി ഫയൽസ് നീഡഡ് ഫ്രം ദി ഡിസ്ട്രിബ്യൂട്ടഡ് ക്യാഷ് ബൈ ദി ആപ്ലിക്കേഷൻ ടു ദി ലോക്കൽ ഡിസ്ക്. ഇനി ഏതെങ്കിലും അതിൻ്റെ കൂടാതെ ആ HDFSലുള്ള ലോക്കൽ ഡിസ്കിൽ നിന്നും ഏതെങ്കിലും ഇൻഫർമേഷൻസോ മെമ്മറി കപ്പാസിറ്റി, മെമ്മറി ഇത്രത്തോളം മെമ്മറി വേണം തുടങ്ങിയ ഇൻഫർമേഷൻസ് ഒക്കെ ഈ ടാസ്ക് ട്രാക്കർ ആ HDFSൽ നിന്നും കളക്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റമാണ്, ഷെയർ ചെയ്യാം ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്, ഫയൽസിനെ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഇറ്റ് ക്രിയേറ്റ് എ ലോക്കൽ വർക്കിംഗ് ഡയറക്ടറി ഫോർ ദി ടാസ്ക്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ടാസ്ക് ട്രാക്കർ ഒരു ലോക്കൽ ഡയറക്ടറി ഈ ടാസ്ക് ട്രാക്കറിൻ്റെ അകത്ത് ആ ഡേറ്റാ നോട്ട്സിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ജാർ ഫയൽസിനെ അൺസിപ്പ് ചെയ്യും. നമ്മളിപ്പോൾ സിപ്പ് ഫയൽ ആണെങ്കിൽ അതിനെ അൺസിപ്പ് ചെയ്യത്തില്ലേ? അതുപോലെ ജാർ ഫയലിനെ എന്താ ചെയ്യുക? അൺജാർ ചെയ്യും. ദി കണ്ടന്റ് ഓഫ് ദി ജാർ ഇൻ ടു ദിസ് ഡയറക്ടറി. എന്നിട്ട് എന്താ ചെയ്യുക? ടാസ്ക് ട്രാക്കറിൻ്റെ അകത്തുള്ള ആ ഫോൾഡറിലേക്ക് അതിനെ കോപ്പി ചെയ്ത് വെക്കും. തേർഡ് ഇറ്റ് ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ടാസ്ക് റണ്ണർ ടു റൺ ദി ടാസ്ക്. എന്നിട്ട് എന്താ ചെയ്യുക? ഒരു ടാസ്ക് റൺ മെത്തേഡ് വെച്ചാണ് ടാസ്ക് അവിടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ടാസ്ക് റണ്ണർ ലോഞ്ച് എ ന്യൂ ജാവ വെർച്വൽ മിഷൻ. ഇറ്റ് ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ടാസ്ക് റണ്ണർ. ടാസ്ക് റണ്ണറിന് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. ആ ടാസ്ക് റണ്ണർ എന്താ ചെയ്യുക? ഒരു ജാവ വെർച്വൽ മിഷനെ ലോഞ്ച് ചെയ്തിട്ട് ടു റൺ ഈച്ച് ടാസ്ക് ഇൻ സോ ദാറ്റ് എനി ബഗ്സ് ഇൻ ദി യൂസർ ഡിഫൈൻഡ് മാപ്പ് ആൻഡ് റെഡ്യൂസ് ഫംഗ്ഷൻ ഡു നോട്ട് അഫക്റ്റ് ദി ടാസ്ക് ട്രാക്കർ. എന്തിനാണെന്ന് വെച്ചാൽ ഈ ടാസ്ക് ട്രാക്കർ, അപ്പം നമ്മൾ പറഞ്ഞു HDFSൽ നിന്നും ജാർ ഫയലിനെ കോപ്പി ചെയ്യും ടാസ്ക് ട്രാക്കറിൻ്റെ അകത്ത് ഒരു ഡയറക്ടറി ഉണ്ടാക്കി ഈ ജാർ ഫയലിനെ അൺസിപ്പ് ചെയ്ത് ആ ഫയലെല്ലാം ഇവിടെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ടാസ്ക് ട്രാക്കർ ഒരു മാപ്പ് റെഡ്യൂസും അല്ലെങ്കിൽ റെഡ്യൂസ് ടാസ്കിൻ്റെ അകത്ത് എന്തെങ്കിലും എറർ ഒക്കർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒക്കർ ചെയ്യുമ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ടാസ്ക് ട്രാക്കർ നോഡിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവരൊരു ജാവ വെർച്വൽ മിഷൻ ലോഞ്ച് ചെയ്യും. ജാവ വെർച്വൽ മിഷൻ, അതിനാണ് ചൈൽഡ് ജാവ വെർച്വൽ മിഷൻ എന്ന് പറയുന്നത്. ജാവ വെർച്വൽ മിഷൻ ലോഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു നോഡിന്, ഇപ്പോൾ ടാസ്ക് ട്രാക്കറിന് ഇപ്പോൾ വന്നിരിക്കുന്ന ജോബ് ഇതാണെന്ന് വിചാരിക്കാം. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ആ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് അതിനെ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം 3 ടാസ്ക്കാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. ക്രിയേറ്റ് ചെയ്യുക, സേവ് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക. അപ്പം ഇതിന് സെപ്പറേറ്റ് മാപ്പ് ടാസ്കും റെഡ്യൂസ് ടാസ്കും ഓരോന്നിനും അസൈൻ ചെയ്ത് കൊടുക്കും. സപ്പോസ് സേവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ജാവ വെർച്വൽ മെഷീൻ്റെ അകത്തായിരിക്കും ഈ 3 കാര്യങ്ങളും, ഈ 3 ജോബുകളും നടക്കുന്നത്. 3 ജോബിനും സെപ്പറേറ്റ് മാപ്പ് ടാസ്കും റെഡ്യൂസ് ടാസ്കും ഉണ്ടായിരിക്കും. ഇപ്പം ക്രിയേറ്റ് ചെയ്തു, ഓക്കെ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. സേവ് ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ പ്രിൻറ്റ് ചെയ്തപ്പം നമ്മുടെ സിസ്റ്റം ഹാങ് ആയി, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഒക്കർ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് ഈ ടാസ്ക് ട്രാക്കറിൽ ചെയ്ത ക്രിയേഷൻ ജോബും സേവും ജോബും ഡിലീറ്റ് ആയി പോകാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് സെപ്പറേറ്റ് ജാവ മെഷീൻ ആര് ലോഞ്ച് ചെയ്യും? ഈ ടാസ്ക് ട്രാക്കറിൻ്റെ അകത്തുള്ള ടാസ്ക് ട്രാക്കർ ലോഞ്ച് ചെയ്തിട്ട് സെപ്പറേറ്റ് ജാവ വെർച്വൽ മെഷീൻ്റെ അകത്തായിരിക്കും ഓരോ ജോബ്സിൻ്റെയും മാപ്പ് ടാസ്കും റെഡ്യൂസ് ടാസ്കും നടക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ജാവ വെർച്വൽ മെഷീൻ, JVM, ചൈൽഡ് ജാവ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ ജാവ വെർച്വൽ മെഷീനിലായിരിക്കും സെപ്പറേറ്റ് ജോബ്സുകൾ എക്സിക്യൂഷൻ നടക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിസ്റ്റത്തിന് എന്തെങ്കിലും എറർ ഒക്കർ ചെയ്യുകയോ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ കംപ്ലീറ്റ് ടാസ്ക് ട്രാക്കറിനെ അത് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്.